മലയോര മേഖലയിലെ ആദ്യത്തേതും സമ്പൂർണവുമായ റഫറൽ ലാബ് അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു. 2000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ലോക നിലവാരത്തിലുള്ള മെഷീനറികളുടെ സഹായത്തോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റഫറൽ ലാബിൽ ഈ ആശുപത്രിയിലെ രോഗികൾക്കും പുറമേ നിന്ന് വരുന്നവർക്കും പരിശോധന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മൈക്രോബയോളജിസ്റ്റിന്റെ സേവനവും നിരന്തരമായ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകളും പത്തോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിലുള്ള പ്രവർത്തനം മൂലം കൃത്യമായ രോഗനിർണയം സാധ്യമാകുന്നു. ഏതൊരു പരിശോധനകളും ഇവിടെ വെച്ച് ചെയ്യുന്നതിനാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് മിതമായ നിരക്കിൽ കൃത്യമായ പരിശോധനാ ഫലം നൽകാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ പരിശോധനാ ഫലങ്ങൾ ഓൺലൈനായി ഉടൻ തന്നെ രോഗികൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സണ്ണി ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP ലാബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും സർക്കാരിന്റെ ഏതെങ്കിലും സമയത്തെ ഒരു തീരുമാനത്തിന്റെ മാത്രം ഫലമായിരുന്നില്ല, മറിച്ച് ഈ നാടൊന്നാകെ നടത്തിയിട്ടുള്ള ഏറ്റവും ഉശിരാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൽ എൻ്റെ ഉൾപ്പെടെയുള്ള മുൻതലമുറ, ഞങ്ങളുടെ മുൻതലമുറ, അവർ ഈ നാട്ടിൽ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ കേരളത്തിൻ്റെ സാമൂഹ്യബോധവും ശാസ്ത്ര സാങ്കേതിക മേഖലയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു തലവും ഒരുക്കിയത്. അന്ധവിശ്വാസവും അതോടൊപ്പം മുറിവൈദ്യന്മാരെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാകുന്ന രീതികളും മാറ്റിത്തീർത്തത് ആധുനിക സയൻസിനെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിക്കാൻ അവർക്ക് സാധ്യമായത് ഒരു ജനതയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഇടപെടൽ നോക്കുക. കേരളത്തിൽ ഒരു കാലത്ത് ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനം വിളിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്. അത് രോഗം വന്നാൽ മരുന്ന് വേണം, മന്ത്രി ചോദിയ വെള്ളം പോരാ എന്നാണ്. രോഗം വന്നാൽ മരുന്ന് വേണം, മന്ത്രി ചോദിയ വെള്ളം പോരാ എന്ന് ഒരു നാട്ടിലെ ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, ഒരു മുദ്രാവാക്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. ആ മുദ്രാവാക്യം കേരളത്തിൻ്റെ പുരോഗതിയുടെ അടിത്തറയൊരുക്കിയിട്ടുള്ള മുദ്രാവാക്യമാണ്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത, നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, കൗൺസിലർ TK ഫസീല, CPIM പ്രതിനിധി KV സക്കീർ ഹുസൈൻ, PK ജനാർദ്ദനൻ, ഇബ്രാഹിം മുണ്ടേരി, V. ഷാജി, CM ജോർജ്, അജയൻ പായം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അമല മാത്യു ചടങ്ങിന് നന്ദി പറഞ്ഞു.